നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ആദർശും നയനയും സംസാരിച്ച് ഇരിക്കുന്ന സമയത്താണ് നന്ദു ഇരുന്നത്. നന്ദുവിന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം ഡേവിഡിനെ പിടികൂടി നാളെല്ലാം കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. നന്ദു ആ സങ്കടം ചെന്ന് ആദർശിനോടും നയനോടും പറയുന്നുണ്ട്. ആ ഡേവിഡാണ് എല്ലാത്തിനും പിന്നിൽ. അയാളെ പിടികൂടാൻ എനിക്ക് പറ്റിയതുമില്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, നന്ദു അയാളെ പിടികൂടിയതുകൊണ്ട് കാര്യമില്ല, അയാൾക്കും പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതറിയാം ആദർശേട്ടാ, എന്നാലും ഇനിയിപ്പോൾ അയാളെ പിടിച്ച് നാളിനും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. നയന ചോദിച്ചു, അതെന്താണെന്ന് നീ അങ്ങനെ പറഞ്ഞേ? അതല്ലേ ചേച്ചി, മിക്കവാറും എനിക്ക് ട്രാൻസ്ഫർ കിട്ടാൻ വഴിയുണ്ട്. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അങ്ങനെയാണ് സൂക്ഷിക്കണം, കാരണം അയാൾക്ക് നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാണും. ആദർശ് പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അല്ല ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, നവ്യയുടെ റെക്കമെൻഡേഷനിലാണ് അബിക്ക് ജോലി കിട്ടിയെന്നൊക്കെയല്ലേ പറയണേ, പക്ഷെ ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും എന്ന് പറഞ്ഞു. അബി റെക്കമെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നവ്യയ്ക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഒരു പക്ഷേ സ്വർണ്ണക്കടത്ത് കേസുമായിട്ടാണോന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ആദർശേട്ടൻ അറിയാലോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവനോട്ട് പണി കൊടുക്കുമെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, നമുക്ക് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം, അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണ്ടേന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അധിക കാലമൊന്നും സത്യങ്ങളൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. അനന്തപുരിക്കാരുടെ യഥാർത്ഥ ശത്രുവായിരുന്നേ പുറത്ത് വന്നേ മതിയാവുള്ളൂ. പിന്നെ ഇപ്പം നടക്കുന്ന സംഭവങ്ങളൊക്കെ അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. നയന പറഞ്ഞ്, സൂക്ഷിക്കണം നന്ദു, കാരണം ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരിക, അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. നന്ദു പറഞ്ഞു, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, പക്ഷെ അനഘയുടെ ജീവന് അത് ആപത്താണ്. എപ്പോഴും ഏത് നിമിഷം വേണം എന്ത് വേണം സംഭവിക്കാം. ഈ പറയുന്ന ഗുണ്ടകൾ അനഘയുടെ ജീവന് വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. അത് എപ്പോഴും ആദർശേണ്ണും നയനേച്ചയൊക്കെ മനസ്സിൽ ഓർമ്മ വെക്കണമെന്ന് പറഞ്ഞു. സാരമില്ല, പണി കൊടുക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞിട്ടാണ് നന്ദു അവിടുന്ന് പോകുന്നത്. പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മൂർത്തി മുത്തശ്ശൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വസുന്ധരാമ കണ്ടേ. വസുന്ധരാമ എന്നിട്ട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അറിഞ്ഞൂടോ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. നന്ദു ആ ഏഞ്ചുലയുടെ MD-നെ അറസ്റ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മോളിൽ നിന്നുള്ള വിളി വന്നു, IG-യുടെ വിളി വന്നു. അതല്ലേ എന്ന് ചോദിച്ചു. അതെ, എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചു. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഇപ്പം തന്നെയാണ് ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഏഞ്ചുലയുടെ MD വെറും ഡമ്മി പീസ് മാത്രമാണെന്നാണ് എനിക്ക് തോന്നണേ. കാരണം അറിയാലോ, ആദർശിനെ ഗൾഫിൽ വെച്ച് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഈ പറയുന്ന ഡേവിഡിനെ കുറിച്ചാണ് ആൾക്കാർക്കൊക്കെ അറിയാവുന്നത്. അയാളുടെ പിന്നിൽ ആരോ ഉള്ളതെന്ന് അറിയത്തില്ല. അയാളുടെ പിന്നിൽ ആരോ ശരിക്കും കിടന്ന് കളിക്കുന്നുണ്ട്. ഡേവിഡിനെ മുൻനിർത്തി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് കൂടുതലായിട്ടൊന്നും ഒന്നിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ഒരാളാണ്. പക്ഷേങ്കിൽ അതിന് പിന്നിൽ കളിക്കുന്ന ആൾക്ക് നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം. അയാളെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ മോന്? അവനൊരു ആപത്തൊന്നും സംഭവിക്കില്ല, എന്നെക്കാളും മിടുക്കൻ അവന്. അതുകൊണ്ടല്ലേ അവൻ ഈ വീട് വിട്ടിറങ്ങിയത്. സത്യങ്ങൾ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഈ വീട്ടിലേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞ്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. സത്യങ്ങളൊക്കെ കണ്ടെത്തും അവന്. അതിനുശേഷം അവന് തലയെടുപ്പോട് കൂടിയിട്ട് ഈ വീട്ടിലേക്ക് കയറി വരും. കാരണം അവൻ എൻ്റെ മുന്നിൽ നിന്ന് പറയണം ഞാനാണ് ശരിയെന്നുള്ള കാര്യം. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശ. അങ്ങനെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം. അത് ഉറപ്പായിട്ടും അവൻ തന്നെ നടത്തും. അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. കുറച്ച് കഴിഞ്ഞപ്പോൾ നവ്യ ഡേവിഡിനെ കാണാനായിട്ട് വരുവാണ്. വന്നിട്ട് ചോദിച്ചു, എന്താ സാറേ കാണണമെന്ന് പറഞ്ഞ്. നവ്യ ഇരിക്കുക, കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഡേവിഡ് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഇതിനു മുമ്പ് ഞാനൊരു കാര്യം നവ്യയോട് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. എന്താ സാറേ? നവ്യയുടെ കുടുംബക്കാരെ തന്നെയാണ് നവ്യയ്ക്ക് ശത്രുന്ന്. കുടുംബത്തിലുള്ളവർ തന്നെയാണ്. കുടുംബത്തിലുള്ളവര്? അതെ. നവ്യ അഭിയം തമ്മിൽ തെറ്റിക്കാനായിട്ട് അവർ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു നോക്കി. അതൊക്കെ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ അടുത്ത കാര്യമായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു. അല്ല എന്താ സാറേ കാര്യം? എനിക്കൊന്നും അറിയില്ലോ എന്ന് പറഞ്ഞു. അതോ, ആ അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയില്ലേ, ഈ പറയുന്ന അഭിയുടെ അവിഹിത ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ അതെ, അത് കള്ളത്തരം വന്നാൽ അന്ന് തന്നെ നമ്മൾ തെളിയിച്ചല്ലായിരുന്നു എന്ന് ചോദിച്ചു. അതെ, അതൊക്കെ നേരത്തെ നമ്മൾ തെളിയിച്ച കാര്യങ്ങളാണ് സാറേ. ഈ പറയുന്ന അവളെ കൊല്ലാനായിട്ട് കുറച്ച് ഗുണ്ടകൾ ചെന്നിട്ടുണ്ടായിരുന്നു. ഗുണ്ടകളോ? അതെ. ആദർശ് ഏർപ്പാടാക്കി ഗുണ്ടകളോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. ആദർശന് ഇഷ്ടമുള്ള ആൾക്കാർ. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം നവ്യയുടെ അച്ഛനും അമ്മയാണെന്ന് പോലും അറിയത്തില്ല. കാരണം ആദർശിനെ വെള്ളം പൂശാൻ വേണ്ടിയിട്ട് അനഘയെ അങ്ങ് തീർക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അബിയുടെ തലയെ കുറ്റം കെട്ടിവെക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പം അതിൻ്റെ ഒരു വൈരാഗ്യം കാര്യമൊക്കെ ഉണ്ട്. അനഘയെ തീർത്ത് കളയണം, നല്ല കാര്യമാണല്ലോ എന്ന് ഓർത്തിട്ട് അവർ ചെന്നു. പിന്നെ ആ കുറ്റം എൻ്റെ തലയെ കെട്ടിവെക്കാണ്ട് നോക്കി എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ഇവിടെ വന്നു പറഞ്ഞു. അതെന്തിനാ സാറിനെ? അതെ, ഞാൻ അബിക്ക് ജ്വല്ലറിയുടെ MD സ്ഥാനം അല്ല
മാനേജർ സ്ഥാനമൊക്കെ കൊടുത്തില്ലേ, അതൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതിൻ്റെ വൈരാഗ്യം ഒന്നാണോ അന്ന്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നാണം കേട്ട് തൊലി ഉരിഞ്ഞു പോകേണ്ട വന്നു. ആ നന്ദൻ എന്ന് പറയുന്നവൾക്ക് നവിയുടെ അനുജത്തിക്കെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിഞ്ഞപ്പോൾ നവി പറഞ്ഞു, അയ്യോ സാറേ, ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. സാരമില്ല, ഒരു കാര്യം മനസ്സ് വിചാരിച്ചു, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ വീട്ടുകാർ തന്നെയാണ് ശത്രുക്കൾ. ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും. അബി പാവമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ അബിക്ക് ജോലി കൊടുത്തത്. ഇപ്പം ഈ അനഘയായിട്ടുള്ള പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഞാൻ ജോലി കൊടുക്കില്ല എന്നൊക്കെ ആദർശ് വിചാരിച്ചുകൊണ്ടിരുന്ന. പക്ഷെ അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത നടപടികളായിട്ട് മുന്നോട്ട് പോയതാന്ന് പറഞ്ഞു. അങ്ങനെ നവ്യയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ച് വിടുവാണ് ഡേവിഡ്. നവ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഡേവിഡിന് മനസ്സിലായി, ഇനി ഇവള് ബാക്കി ചെറിയൊരു തീപ്പൊരി ഇട്ട് കൊടുത്താൽ മതി, ആളി കത്തിച്ചോളും എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് നവ്യ നേരെ പോയത് നന്ദുവിനെ കാണാനായിട്ടാണ്. അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കനയും ഗോവിന്ദനും അങ്ങോട്ട് വന്നു. അവരെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുവാണ് നവ്യ. എന്നിട്ട് ചോദിച്ചു, നീ എന്താടി കാണിച്ചെന്ന് ചോദിച്ചു. ഞാൻ എന്ത് കാണിച്ചെന്നാ? നീ എന്തിനാടി ഞാൻ ജൂലിയർ ഡേവിഡ് സാറിനെ അറസ്റ്റ് ചെയ്യാൻ പോയെന്ന് ചോദിച്ചു. എന്നോടുള്ള വൈരാഗ്യത്തിനാണ് നീ ചെയ്യാൻ പോയെന്നെങ്കിലുണ്ടല്ലോ, നിനക്കിട്ടുള്ള പണി ഞാൻ തരുമെന്ന് പറഞ്ഞു. അതേ കാലം നിന്റെ തലയിൽ ഈ തൊപ്പി കാണത്തില്ല എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, ചേച്ചി, അല്ലെങ്കിലും അതേ കാലം എൻ്റെ തലയിൽ ഈ തൊപ്പി കാണുന്ന ഓർത്തല്ല ഞാൻ ഈ ജോലിയിലേക്ക് ഇറങ്ങി തിരിച്ചേ. അല്ലെങ്കിലും എല്ലാ കാലത്തും ഈ ജോലിയായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സ്വഭാവം വെച്ച് അറിയാലോ, നേരെ വാ നേരെ പോന്നുള്ള സ്വഭാവക്കാരി. തെറ്റ് കണ്ടിട്ട് ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കും. അതിനെ തടയാൻ ചേച്ചിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. നീ കൂടുതൽ നല്ല വിളിയൊന്നും ആവണ്ടേ. എൻ്റെ അബിയെ കുറ്റക്കാരനാക്കിയിട്ട് നിനക്ക് ആദർശിനെ വെള്ള പൂശണമല്ലേ, അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, ചേച്ചി ആയിരിക്കും കഥ അറിയാതെ ആട്ടം കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് ഇത് എന്താ അത്? സത്യങ്ങളൊക്കെ ഇനിയെങ്കിലും ചേച്ചിയും തിരിച്ചറിയാൻ നോക്ക്. ചേച്ചിയുടെ അബിയുണ്ടല്ലോ, പേരും കള്ളനവന്. അവനെപ്പോലെ ഒരുത്തരം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചേച്ചിയുടെ മനസ്സിലേക്ക് അവൻ ഓരോന്നൊക്കെ പറഞ്ഞ് വിഷം കുത്തി നിറച്ച് വെച്ചിട്ട് ചേച്ചി അതെല്ലാം വിശ്വസിച്ചിപ്പം നടക്കുക. നാണമില്ലേന്ന് ചോദിച്ചു. എടീ, നീയൊക്കെ ആദർശമായിട്ടാന്ന് വിളിക്കുന്നുണ്ടല്ലോ ഒരുത്തിനെ. അവനേക്കാളും 100 ഭേദം എൻ്റെ അബി. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവനെ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് അവനെ എന്നെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കിയിട്ട് അത് നടക്കാതെ വന്നുകൊണ്ട് നീ അവന് ജോലി കൊടുത്തതിൻ്റെ പേരിൽ എൻ ജൂലിയുടെ MD ആയ ഡേവിഡ് സാറിനെ അറസ്റ്റ് ചെയ്യാൻ പോയതല്ലേടി. നിനക്ക് എങ്ങനെ തോന്നിയടി? ഇതിനു മുമ്പ് നീ അബിയെ കൊണ്ട് പോലീസ് ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചിട്ടുണ്ട്. ഇനി അതൊന്നും നടക്കില്ലടി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നവ്യ ആരാന്നറിയാൻ പോകുന്നുള്ളൂ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, ദീ ചേച്ചി മര്യാദയ്ക്ക് ഇരിക്കണം, അല്ലാതെ ഇങ്ങോട്ട് ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങ് വന്നാണ്ടല്ലോ. വന്നാൽ നീ എന്ത് ജോടി? ആദർശനെ വെള്ള പൂശാൻ നീ ഒരിക്കലും വിചാരിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെയും വെറുതെ വിടാൻ പോകില്ല. ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ചേച്ചി എന്ത് ചെയ്യും? ഒരു ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു. അപ്പോഴേക്കും നവി എന്നിട്ട് അവളുടെ കോളറും കൂടെ കയറി കുത്തിപ്പിടിച്ചു. നീ എന്താടി പറഞ്ഞതെന്ന് ചോദിച്ചോട്ട് ആ കൈയും കൂടെ തട്ടിമാറ്റി. മര്യാദയ്ക്ക് വെക്കോ, അല്ല ചേച്ചിയാ നോക്കില്ല, കാരണം ഒടിച്ചു കൊടുക്കുമെന്ന് നന്ദു പറഞ്ഞു. ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയെ. അപ്പോഴേക്കും കനയും ഗോവിന്ദനും കയറി ഇടപെട്ടു. രണ്ടിനെയും പിടിച്ചു മാറ്റുവാണ്. ഈ സമയത്ത് നന്ദു പറഞ്ഞു, രാജാ മര്യാദയ്ക്ക് ചേച്ചിനെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. സമനില തെറ്റിയാൻ പറ്റില്ല, ഞാൻ നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, അതേടി അതുപോലെ തന്നെ ഞാനും. അതുകൊണ്ട് നീ നിൻ്റെ വഴി നോക്കി പോയിക്കോ. പക്ഷേ എൻ്റെ വഴിക്ക് തടസ്സമായിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ ഈ നവ്യ പിന്നെ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു കുറേ ചീത്ത പറഞ്ഞു. ഒടുവിൽ നവ്യ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് കന പറഞ്ഞു, ഇനി എന്ത് ചെയ്യും ഗോവിന്ദേട്ടാന്ന് ചോദിച്ചു. നന്ദു പറഞ്ഞു, എല്ലാത്തിനും കാരണം ആ അബിയാണ്. ആ അബി ഉണ്ടല്ലോ ഓരോന്ന് പറഞ്ഞ് നവ്യേച്ചിയുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും തോന്നില്ല. ഇനി അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്തോറും. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇനി നവ്യേച്ചിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ദേഷ്യപ്പെട്ട് കയറി പോകണം അകത്തേക്ക്. പിന്നീട് നയനെ ആദർശനെ കാണാൻ വേണ്ടിയിട്ട് ദേവേനി വരുന്നുണ്ട്. അങ്ങനെ വരണ സമയത്ത് ദേവേനി നയനോട് പറഞ്ഞു, മോളെ നിനക്ക് സുഖമാണല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, എനിക്ക് സുഖം അമ്മയെന്ന് പറഞ്ഞു. പിന്നെ നന്ദുവും നവ്യേച്ചി തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. കനക വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ദേവേനി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, നന്ദുവിൻ്റെ സ്വഭാവം അറിയാമല്ലോ അമ്മേ. നന്ദുവിനൊന്നും സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. നവ്യേച്ചിക്കാണെങ്കിലോ എത്ര പറഞ്ഞാലും തലയിലേക്കും കയറത്തില്ല. നവ്യേച്ചി ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നന്ദുവിനെയാണ്. അതൊക്കെ ഓർത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ദേവേനി പറഞ്ഞു, പോട്ടെ സാരമില്ല, വിഷമിക്കൊന്നും വേണ്ട. ഇനിയിപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. സത്യങ്ങളൊക്കെ അവൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവളെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അത് ശരിയാമേ, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. പിന്നീട് ദേവേനി പറഞ്ഞു, അതെ മോളുടെ 3-ാം മാസ ചടങ്ങ് വെക്കേണ്ട സമയമായി. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തറവാട്ടിൽ വെച്ചായിരുന്നു വെക്കേണ്ടത്. തറവാട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അല്ല അത് പിന്നെ അമ്മ അങ്ങനെ വേണോന്ന് ചോദിച്ചു. വേണം മോനെ, ചടങ്ങൊക്കെ നടത്തണമെന്ന് പറഞ്ഞു. പിന്നെ
മോൻ്റെ മുത്തച്ഛനെ വിളിച്ചാലും വരുമെന്ന് തോന്നില്ല. മുമ്പത്തെക്കാളും ദേഷ്യം കൂടിക്കൂടി വരിക. ഓരോ ദിവസം ചെല്ലുന്നവരും ഭയങ്കര ദേഷ്യമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. നയന പറഞ്ഞു, അല്ലമ്മേ അത് പിന്നെ അതിന് മാത്രം തെറ്റൊന്നും ആദർശനം ചെയ്തിട്ടില്ലോ എന്ന് ചോദിച്ചു. തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ മോൾക്കറിയാലോ. ആദർശം പറഞ്ഞു, സാരമില്ല അമ്മ വിഷമിക്കണ്ട, 3-ാം മാസമല്ലേ ആയിട്ടുള്ളൂ, ഇനി അടുത്ത ചടങ്ങ് വെക്കും പുറപ്പാട് നമ്മൾ തറവാട്ടി വെച്ച് അടിപൊളിയായിട്ട് വെക്കും എന്നൊക്കെ പറഞ്ഞ് ദേവേനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.